മോനെ, നീ എന്താണ് പോക്കിനെ കുറിച്ചൊന്നും ഉണ്ടാത്തെ? സിസിലിക്കുട്ടിക്ക് 1-2 ആലോചനകൾ വന്നേക്കല്ലേ അമ്മച്ചി. അതിനിടയിൽ ഞാൻ ഇവിടുന്ന് പോയാ? നീ പോണം. ഈ കരയിൽ നിന്റെ അത്രയും പഠിപ്പുള്ള വേറെ ആരെങ്കിലും ഉണ്ടാ? 4 കാശും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് ഈ കരയിൽ ഒരു നിലയും വില ഉണ്ടാകും മോനെ. അതിന് പണ്ടത്തെ പോലെ അവിടെ വലിയ മെച്ചമൊന്നുമില്ല അമ്മച്ചി. ആ പണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാ പോരെ? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടാ. എടി ഗൾഫിലിപ്പോ മനുഷ്യന്മാര് പോകുമാ. നിങ്ങൾ അതേ പറയൂ. അപ്പനും മോനും പാട്ടുകാരല്ലേ? എന്റെ പാട്ട് അവിടെ നിൽക്കട്ട്. എന്റെ മകന്റെ പാട്ടിന് എന്താണ് കുഴപ്പം? എടി പള്ളി 4 ആള് കൂടണമെങ്കിലേ ഈ ചവിട്ടി ചീക്കുവിന്റെ മകൻ തന്നെ പാടണം. എന്നാലേ ചവിട്ടാർമോണിയം കഴുത്തിലിട്ട് അപ്പനും മോനും കൂടെ ചാടിപ്പാടി നടന്നു. എനിക്കെന്റെ നീ അതേ പറയുള്ളൂ. എടി വിവരം കെട്ട കുസീഞ്ഞ് ഈ കിടക്കണ പടങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ? പിന്നെ എനിക്ക് അതിനല്ലേ നേരം. എന്നാ കേട്ടോ, ആ അറ്റത്തിരിക്കണതാണ് രാജാപ്പാർട്ട് സെബാസ്റ്റ്യൻ കുഞ്ഞൂഞ്ഞി ഭാഗവര്. ഇതല്ല, ഇത് നമ്മുടെ ചെമ്പെ ഭാഗവരാണ് കേട്ടാ. അത് നമ്മുടെ അഗസ്റ്റിൻ ജോസഫ് ഭാഗവര്, ഏഷ്യാസിക്ക അപ്പൻ. ആ പടവില്ലാണ്ടിരിക്കുന്ന പ്രയും നീ കണ്ട? അത് ഞാൻ ചത്താ വെക്കാനാ. നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയണത്? പിന്നെങ്ങനെ പറയാണ്ടിരിക്കും? എടീ, ഒരു പാട്ടുകാരനായി ജനിക്കണതേ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാ. ഞാൻ എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. എന്റെ പാട്ടോ നിനക്ക് ഇഷ്ടമല്ല. ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ട് എനിക്ക് ഇഷ്ടമല്ലെന്ന്? നല്ല മാതാവേ മറിയേ, ആ പാട്ട് നിങ്ങൾക്കുടെ സ്വരത്തിൽ കേൾക്കാനാ എനിക്കിഷ്ടം. ആണാ? കറിക്ക് എന്ത് കിട്ടി വീര? ഇച്ചിരി ചെമ്മീൻ. ചെമ്മീനാ? എന്നാ തേങ്ങാക്കൊത്ത് തൊലത്ത്. പ്രശ്നം പ്രശ്നം പ്രശ്നം. എന്താ പ്രശ്നം? ഷെവിലിയർ ആയിരിക്കുമോ പ്രശ്നം? അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ പണമാണ് പ്രശ്നം. അതാ എന്റെയും പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അതന്നെ. പണം ഇപ്പൊ ആർക്കാ വേണ്ടാത്തത്? യു ആർ കറക്റ്റ്. എനിക്ക് കുറച്ച് പണം വേണം. നമ്മൾ 3 പേരും പഠിച്ചത് എക്കണോമിക്സ്, ധനതത്വ ശാസ്ത്രം. പക്ഷെ എന്ത് ചെയ്യാം, കൈ ധനവും ഇല്ല ശാസ്ത്രവും ഇല്ല. വെറുതെയാണ് ഇക്കാലത്ത് ഈ വിഷയം ആരും പഠിക്കാതെ. പക്ഷെ ഇവന് രക്ഷപ്പെടാൻ പഴുതുണ്ട്. ഇവൻ ഗൾഫിൽ പോവില്ലേ? ഞാൻ ഗൾഫിൽ പോകുന്നില്ല. എന്താ? അതെന്താ? മോനിക്ക ഡാർലിംഗ് ആണോ കാരണം? അല്ല, കമ്മിറ്റ്മെന്റ്സ്. സിസിലിക്കുട്ടിയുടെ കല്യാണം, ബാങ്കിലെ കടം, കുറച്ച് പണം ഉണ്ടെങ്കിലേ. അതിനാണ് അമ്മച്ചി ഗൾഫിൽ പോകാൻ നിർബന്ധിക്കുന്നത്. അല്ലയാ, എനിക്കൊരു ഐഡിയ. നമുക്ക് മോനിക്കയോട് കുറച്ച് പണം ചോദിച്ചാലോ? ശരിയാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ഷെവിലിയർ മിക്കാലിന്റെ ഏക മോളല്ലേ നിന്റെ ചക്കര മോനും. കെട്ടാൻ പോണ പെണ്ണിനോട് കാശ് ചോദിക്കുന്ന നാണക്കേടല്ലേ? നാണക്കേടെന്ന്. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തിടും എന്നാണ് പ്രമാണം. ഇട ഈ ചെത്തി നടക്കണം. ഞാൻ മോനുവിനോട് എങ്ങനെ കാശ് ചോദിക്കും? വേണ്ട, നിനക്ക് വേണ്ടി മോനിക്കയോട് ഞങ്ങൾ കുറച്ച് പണം ചോദിച്ചോളാം. ഒരു ത്യാഗം. ശരിയാ, കുറച്ച് അധികം കിട്ടി നമുക്കും കൂടെ ഉപയോഗിക്കില്ല അല്ലേ? അത് കിട്ടിയ അതോ അന്ത പറവൈ പോലെ ആടവേണ്ടി. ഇത് ഏത് പടത്തിലെ പാട്ട്? ഇത് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ണിനാ ഓപ്പൻ അസലായിട്ടുണ്ട്. ഒരിക്കലും അതോ അന്ത പറവൈ പോലെ. എന്താ അതുകൊണ്ടാ പറവൈ? എനിക്ക് വേണ്ട. ഇതോ ഇന്ന പറവൈ പോലെ. മൂടൗട്ടായിരിക്കുമ്പോഴാ എന്തോന്ന് മൂടൗട്ട്? നിനക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇൻ കൊളാബറേഷൻ പണം ചോദിക്കുന്നു. ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അവൾ നമുക്ക് പണം തരുന്നു. മണി പ്രോബ്ലം സോൾവ്. ഓക്കെ? ഇരിക്കില്ലെങ്കിലും ശരി. ഒന്ന് നിന്നേ. മോനിക്ക, ഇന്ന് വൈകിട്ട് കൃത്യം 5 മണിക്ക് ഡാൻസ് സ്കൂളിൽ വരണം. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. എന്താ മോളെ? ഒന്നുമില്ല പാപ്പ. ടിക്കറ്റ് ഫ്രെഡി ഇളയരാജയെ കാണാൻ പോയിരിക്കാ. മോനി ഇരിക്കൂ. അവിടെ ഉണ്ട, ഇവിടെ ഇരിക്കാം. എന്താ വരാൻ പറഞ്ഞു? അല്ല, പിന്നെ മോനും ഫ്രെഡിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു വലിയ പ്രശ്നം. അല്ല, ലോട്ടറി പ്രശ്നം, എക്കണോമിക്സ്, ധനതത്വം, പണപ്രശ്നം. പണപ്രശ്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനിക്കോട് കാര്യം ഞാൻ തുറന്നു പറയാം. നീ പറ.
മോനിക്കയ്ക്ക് ഫ്രെഡിയെ ഇഷ്ടമാണോ? പറയൂ, പ്രേമാണോ? കാതൽ, പ്യാർ, വെറും സ്നേഹമോ അതോ കല്യാണ സ്നേഹമോ? ഇവൻ ആരടെ? ഞാൻ ചോദിക്കാം, മോനിക്കൊക്കെ ഫ്രെഡിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? വെറും പോരാ, പറയൂ. ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതായത് ഈ മനുഷ്യന്റെ സ്ഥിതികളെ വളച്ചേട്ടാ കാര്യം പറയടേ. മോന് ഫ്രെഡിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം. അത്രേ ഉള്ളൂ. എത്ര കൊടുക്കണം? 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം? പറയൂ. അത്രയൊന്നും വേണ്ട, ഒരു 20, 25, 30. You mean 30,000? യെസ്, വി മീൻ 30,000. ശരി, ഞാൻ ഇപ്പൊ തന്നെ പപ്പയോട് ചോദിച്ചു വാങ്ങി. കുഴച്ചു. എന്ത് പറ്റി? അല്ല, മോന് ഈ കാര്യം ചെയ്ത് പപ്പയോട് പറഞ്ഞാൽ ഞങ്ങൾ 2 അല്ല 3 പേരും കമ്പി എഴുതി എണ്ണേണ്ടി വരും. അല്ല പിന്നെ മോനിന്റെ സ്വന്തം കാശ്, ഈ പേഴ്സ് കൊണ്ട് നടക്കുന്ന കാശ്, പോക്കറ്റ് മണി ഒരു 30,000 എടുക്കാൻ കാണൂലേ? അയ്യോ, പപ്പയോട് ചോദിക്കാതെ ഞാൻ ഒരു പൈസ പോലെ എടുക്കാറില്ല. പക്ഷേ നമുക്ക് ഈ പ്രോബ്ലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അപ്പൊ പപ്പയോട് 30,000 ചോദിക്കണ്ടേ? അത് പിന്നെ അവനോടും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രെഡ് എപ്പോ വരും? എവിടെ വരാൻ, അവൻ അറിയാതെ അല്ലേ ഈ കമ്പോസിങ്. ഫ്രെഡിക്ക് എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നു. അതെ, അതായിരുന്നു എന്റെ ശരി. വെരി കറക്റ്റ്. എന്തായാലും ഞാൻ പപ്പയോട് ചോദിക്കും. അയ്യോ. ആ. മോനിക്ക് ശരിക്കും പപ്പയോട് കാശ് ചോദിക്കൂ? അങ്ങനെ ചെലവാവൂ? കൊള്ളാം, മിടുക്കന്മാർ. താങ്ക് യു. ഇപ്പൊ വെടിപ്പായില്ലേ? അവള് പപ്പയോട് കാശ് ചോദിക്കും, സംഗതി ആകെ കുളമാകും. ഓർത്തിട്ട് ഇപ്പൊ പേടിയാവും. സ്വാമിക്കറിയാലോ, ഒരു കൊച്ചു കുഞ്ഞായിട്ടേ അവളെ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. അവളുടെ മനസ്സിൽ ഓരോന്നൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് കേട്ടപ്പോ തിരക്കുകൾക്കിടയിൽ അവളെ സ്നേഹിക്കാനും അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോ ഇത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാറായിട്ടില്ലല്ലോ. ആരാ അവളുടെ മനസ്സിൽ, എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ഞാൻ ഒറ്റപ്പെട്ടു പോകൂ ബലറാമോ? ഇതിനൊക്കെ ഇങ്ങനെ അപ്സെറ്റായാലോ? വരും, നമുക്ക് ഓഫീസിൽ പോവാം. മോട്ടോർ അഴിച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാ മണ്ണെണ്ണ ഒഴിച്ച് കൈ കഴുകും. ചോറ് തിന്നു കഴിഞ്ഞാ സോപ്പിട്ട് കൈ കഴുകും. അതുപോലെ എന്റെ കാര്യത്തിലും ചിത്രത്തും കൈ കഴുകുന്ന ഒരു പേടി. താമരേ, എന്തോ? നീ ഗ്രീസ് അല്ല, പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് കഴുകിക്കളയാൻ. പിന്നെന്താ? നീ വജ്രപ്പശയാണ്. അത്രയ്ക്ക് നമ്മൾ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ചിത്രേട്ടാ, നമുക്ക് അകത്തോട്ട് പോകാം. അപ്പുറത്തെ ചേട്ടനുണ്ട്. ചേട്ടനോട് ഇപ്പുറത്തോട്ട് വരാൻ പറ. പക്ഷെ അവനോട് പോകാൻ പറയടി, കിഴങ്ങ് ഐസേട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്ന പരമാണ് മാറി. ഇപ്പൊ ഇങ്ങനെ തൊട്ടും തലോടിയും ഒക്കെ മതി. വീട് പണിയൊന്ന് കഴിയട്ടെ, തിന്നു കളയും ഞാൻ. ഇനി എത്രയാൾക്ക് സിമന്റ് കൂടി വേണോ എന്റെ തവമരേ? ചിത്രാംഗത, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. പന്തല് നമുക്ക് എവിടെയാ കെട്ടേണ്ടതാ? പന്തല് നിന്റെ അമ്മ. ഞാൻ ആദ്യം ഈ പൊരപ്പണി ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് കെട്ടാം പന്തൽ. മറി പോടെ. ആരാ അകത്ത്? മനസ്സിലായില്ലല്ലേ? മാരാര്. ഈ തൊള്ളക്ക് എന്തൊക്കെ അറിയണം?